വ്ളോഗ് ഓണത്തിന് ചെയ്തൊരു ഫോട്ടോഷൂട്ടാട്ടോ. നമ്മളപ്പോൾ ഷൂട്ടിന് പോകാനായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു പാർക്ക് നോക്കിയിട്ട് നമ്മൾ പോവാണ്. ലൈക്ക് മിക്കപ്പോഴും ലൈക്ക് ഇവിടെ പാർക്കുകളിലാണ് പാർക്ക് ചെയ്യാനായിട്ട് എളുപ്പം. കാരണം നമുക്ക് റോഡ് സൈഡൊന്നും നമുക്ക് ഗാർഡൻസോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക, ഇവിടെ കൂടുതൽ നമ്മളിങ്ങനെ പാർക്കാണ് കുറച്ചും കൂടെ എന്താ പറയുക, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ എപ്പോഴും നല്ലത് പാർക്കാണ്. അപ്പോൾ നമ്മളൊരു പാർക്ക് നോക്കി പോവാണ് ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട്. ഇപ്രാവശ്യം ഫാമിലിയും ഫ്രണ്ട്സും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഒരു ട്രൈപോഡ് എടുത്ത് നമ്മളൊരു സെൽഫ് മെയ്ഡ് ഫോട്ടോഷൂട്ടിന് ഇറങ്ങാണ്. എവിടേക്കാണ് എന്താണെന്നൊന്നും അറിയില്ല. നമ്മളപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു പാർക്ക് നോക്കി നടക്കാം കേട്ടോ. ലൈക്ക് എവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലം വേണമല്ലോ. നമ്മളൊരു സ്ഥലത്തേക്ക് വന്നു, പക്ഷെ നമുക്ക് അവിടെ പാർക്കിംഗ് ഒന്നും ഇല്ല. ലൈക്ക് എന്താ പറയാ, നല്ല സംഭവമായിരുന്നു, പക്ഷെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് നമ്മളപ്പോൾ അവിടെ നിന്ന് റിട്ടേൺ പോരുകയാണ്. വേറെ എവിടെയെങ്കിലും നമുക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ചു നേരം നിന്ന്, കാരണം ഒരു 15-20 മിനിറ്റ് എടുക്കൂല എന്തായാലും, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്ഥലം കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ കുറേ നേരം നോക്കി നടന്നിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ പോയത് കുറേ ദൂരത്തേക്ക് നമ്മൾ പോയേ, എന്നിട്ടൊന്നും നമുക്ക് പാർക്കിംഗ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം നമ്മളിത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ വന്നപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാനും പറ്റി. അതുപോലെ തന്നെ ഇതിങ്ങനെ വലിയൊരു എന്താ പറയുക പാർക്കാണ്. പാർക്കിന് എഴുതിയിട്ടുണ്ടെങ്കിലും നോർമൽ പാർക്ക് പോലെയല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു വലിയൊരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയ ആണ്. നമ്മളിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അവിടെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് നമ്മൾ, കാരണം കുറേ നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ നോക്കി, എങ്ങും പാർക്കിംഗ് ഇല്ല. നമ്മൾ അവസാനം ഇവിടെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഇവിടെ തന്നെ ഇറങ്ങി ട്രൈപോഡ് നമ്മൾ സെറ്റ് ചെയ്യാണ്. ട്രൈപോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുൾ ഫോട്ടോ എടുപ്പും റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പല പോസുകളൊക്കെ ട്രൈ ചെയ്തു. ഓണത്തിൻ്റെ സ്പെഷ്യൽ പോസസൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓരോ പോസുകൾ ട്രൈ ചെയ്യുക, ഫോട്ടോ ഓടിപ്പോയി ട്രൈപോഡിൽ ഫോണിൽ ഫോട്ടോ എങ്ങനെ വന്നതെന്ന് നോക്കാം. നല്ലൊരു എന്താ പറയുക, ഞാൻ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ പിന്നെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ഇങ്ങനെ ഓരോ സജഷൻസും കാര്യങ്ങളൊക്കെ. പിന്നെ എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്ത് പൊക്ക് ചെയ്യുക ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എടുത്ത് പൊക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ പിന്നെ ഇങ്ങനെ പാട്ടൊക്കെ പാടി. ഈ പാട്ട് മനസ്സിലായവർ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ട് എന്താ പറയുക, ലൈക്ക് നമ്മൾ കുറേ സ്ഥലത്തിന് വേണ്ടി നടന്നെങ്കിലും അവസാനം വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ഷൂട്ട് ചെയ്തില്ലേ. എൻജോയ് ചെയ്താ? ലൈക്ക് കുറച്ച് സമയം നടന്നുള്ളൂ, പക്ഷെ ഞങ്ങൾ ശരിക്കും, കാരണം ഒന്നാമത്തെ ലൈക്ക് എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ നമ്മുടെ ഷോർട്സിൻ്റെ ഇടയ്ക്കൂടെ കയറി പോകാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഒച്ചയെടുക്കുകയും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് ഫണ്ണായിരുന്നു അല്ലേ? എന്തായാലും യു എൻജോയ്ഡ് ഇറ്റ്. നല്ലൊരു ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് അത്ര വലിയ നല്ല പിക്ചേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒരു വിരലിൽ എണ്ണാവുന്ന നല്ല അടിപൊളി ലൈക്ക് എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പേര് ഡോക്ടർ റൂസ്റ്റീന ആൻ്റണി എന്നാണ് അക്കൗണ്ട് നെയിം. സോ നിങ്ങൾ ഇൻസ്റ്റഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ എത്രയും പെട്ടെന്ന് 10K സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. എല്ലാവരും വീട്ടിലാണെങ്കിലും നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ ആ ഒരു പരിമിതികൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഫാമിലിയിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്, ലൈക്ക് അത്ര ഫ്രണ്ട്സ് ഒന്നും ഇല്ല. എന്നാലും നമ്മുടേതായ ഒരു രീതിയിൽ നമുക്ക് ചെറിയൊരു എൻജോയ്മെൻ്റാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അല്ലേ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മൊത്തം അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്താ? ഫണ്ണായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ഓണൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിക്കുക, സദ്യയൊക്കെ കഴിച്ച് നല്ല എന്താ പറയുക, നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഓണം. നല്ലൊരു സന്തോഷത്തിൻ്റെയും ലൈക്ക് നല്ലൊരു സമയമാണ് ഓണത്തിൻ്റെ. ഓണാഘോഷം, ആ സദ്യ ഒക്കെ നല്ലൊരു ഓർമ്മയാണ്. അപ്പോൾ നിങ്ങളും എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം സെലിബ്രേറ്റ് ചെയ്ത് ലൈക്ക് എന്താ പറയുക, നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, അടിച്ചു പൊളിക്കുക എല്ലാവരും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ റൂസ്റ്റീന സൈനിങ് ഓഫ്.